മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ദൈവം നമ്മെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമായ ജീവിതം ജീവിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുമെന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചാലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. എന്നാൽ അവസാനം അതെല്ലാം വളരെ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 27 വചനങ്ങൾ നാം ധ്യാനിക്കുന്നത് അബ്രാഹത്തെ പറ്റിയും സാറയെ പറ്റിയുമാണ്. ആ കുടുംബത്തെ പറ്റി നമുക്കറിയാം. അവർ വളരെ പൂർണ്ണമായ രീതിയിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ അനുസരിക്കുകയും ചെയ്തവരായിരുന്നു. എന്നാൽ അവർക്ക് വളരെ വലിയ ദുഃഖമുണ്ടായിരുന്നു. അവർക്ക് സന്താനങ്ങളുണ്ടായിരുന്നില്ല. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ടും ദൈവത്തിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിച്ചിട്ടും അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, സന്താനങ്ങൾ ഇല്ലായിരുന്നിട്ടും അവരെപ്പോഴും ദൈവസന്നിധിയിൽ പ്രീതികരമായ ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അതിന്റെ അനന്തരഫലം എന്താണ് ഉണ്ടായത്? അതുകൊണ്ട് ദൈവം അവർക്ക് വളരെ വലിയൊരു സമർത്ഥമായ ഒരു അനുഗ്രഹമാണ് നൽകുന്നത്. ആ കുടുംബത്തിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നാം ഓരോരുത്തരും ദൈവത്തിന് പ്രീതികരമായ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യാശ കൈവിടരുത്. ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അത് വളരെ വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാരണമായി തീരും. അബ്രാഹും സാറായും വളരെയധികം ബുദ്ധിമുട്ടിൽ കടന്നുപോയി. ഒത്തിരി വർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പ്രത്യാശ വെച്ചു. അവർക്കൊരു അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു. യേശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 7 വരെയും 10 മുതൽ 11 വചനങ്ങൾ നാം വായിക്കുന്ന ഇസ്രായേലിന്റെ തിരിച്ചുവരവിനെ പറ്റിയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ഓരോരുത്തരും സുവിശേഷം വായിക്കുമ്പോൾ പലതവണ ഈ വചനം കാണുവാനായിട്ട് സാധിക്കും. പലതവണ ഈശോ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഭയം ഇല്ലാതാക്കുവാനും സമാധാന ശാന്തിയും നൽകുവാനായിട്ടാണ് ഈശോ മനുഷ്യനായി പിറന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സമയം ഭയവിഹതരായി തീരാറുണ്ട്. ചിലപ്പോൾ രോഗം മുഖേന, അസ്വസ്ഥകൾ മുഖേന, ബുദ്ധിമുട്ടുകൾ മുഖേന. എന്നാൽ ഇന്ന് ഒരിക്കൽ കൂടി യേശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മൾ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് അബ്രാഹത്തിന്റെയും സാറായുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അവർ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. സന്താനങ്ങളില്ല, അല്ല ഉണ്ടാകില്ലെന്ന് ഭയമുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ട് കർത്താവിൽ പ്രത്യാശ ലഭിച്ചപ്പോൾ ഈ ഭയവും സങ്കടവും ബുദ്ധിമുട്ടുകളും മാറി. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായം 4 വരെയുള്ള വചനങ്ങൾ നാം കാണുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ഈ ലേഖന ഭാവം പരസ്പര സ്നേഹത്തെ പറ്റിയും പരസ്പര വിധേയത്തെ പറ്റിയും പൗലോസ് ശ്ലീഹ എഴുതുന്നു. ഈ വചനത്തിന്റെ ഈ വായനയുടെ സാരാംശം ഇതാണ്: ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്നാൽ പൗലോസ് ശ്ലീഹ എഫേസോസുകാരെ ഓർപ്പിക്കുന്നതിലെ നമ്മെ ഇന്ന് ഓർപ്പിക്കുന്നത്, ഭാര്യയും ഭർത്താവ് സ്നേഹത്തോടെ ജീവിക്കുകയും മക്കൾ മാതാപിതാക്കൾ അനുസരണമായി തീരുകയും ചെയ്യുമ്പോൾ അത് വളരെ ഒരു അനുഗ്രഹമായി തീരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കേട്ടത്. അബ്രാഹവും സാറയും വളരെ സ്നേഹത്തോടെ ജീവിച്ചവരായിരുന്നു. ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവർ ഒരിക്കലും ദൈവത്തിന് അകന്നു പോയില്ല. മറിച്ച് ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ ദൈവം അനുഗ്രഹം നൽകുന്നത്. ഇസ്ഹാക്ക്, നമുക്കറിയാം ഇസ്ഹാക്ക് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അനുസരണമുള്ളത് തീരുന്നതെന്ന്. എന്തൊക്കെ അബ്രാഹം ഇസ്ഹാക്കിനോട് പറഞ്ഞോ അതെല്ലാം ഇസ്ഹാക്ക് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടതെല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും മക്കൾ മാതാപിതാക്കൾക്ക് വിധേയമുള്ളവരായി അനുസരണ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ധ്യാനിക്കുന്നത് സ്നാപയോഹന്നാന്റെ ജനനത്തെ പറ്റിയാണ്. നമുക്കറിയാം, സ്നാപയോഹന്നാന്റെ ജനനം വളരെ വലിയൊരു സംഭവമായിരുന്നു. കാരണം സ്നാപയോഹന്നാൻ യേശുവിന് വേണ്ടി വഴിയൊരുക്കുന്നതാണ്. എന്നാൽ ആ കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സക്കറിയ പുരോഹിതനും എലിസബത്തിനും സന്താനങ്ങളില്ലായിരുന്നു. അവർ
നീതി പ്രവർത്തിക്കുന്നവരും കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും സത്യസന്ധമായ രീതിയിൽ ജീവിക്കുകയും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുന്നതാണെന്ന് ഇന്നത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവർ സന്താനങ്ങളില്ലായിരുന്നു, പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, എന്നാലും അവരെപ്പോഴും കർത്താവിൽ നീതി പ്രവർത്തിച്ചവരായിരുന്നു. കർത്താവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിച്ചവരായിരുന്നു. അതിന്റെ പരിണതഫലം എന്താണ്? ദൈവം വളരെ വലിയൊരു അനുഗ്രഹം നൽകുന്നു. സ്നാപയോഹന്നാന്റെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. സ്നാപകന്റെ ജീവിതം വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു അത്ഭുതമായിരുന്നു. ആ സ്നാപയോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിസ്ഥാനം നിറയുകയും കർത്താവിന് വേണ്ടി വഴിയെടുക്കാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ആ കുടുംബത്തിൽ എത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ദൈവത്തെ അവർ ഒരിക്കലും കൈവിട്ടില്ല, സക്കറിയ പുരോഹിതനും എലിസബത്തും. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അബ്രാഹത്തിന് സാറായ്ക്ക് സന്താനങ്ങളില്ലായിരുന്നു, സക്കറിയ പുരോഹിതനും എലിസബത്തിനും സന്താനങ്ങളില്ലായിരുന്നു. എന്നാൽ ഈ രണ്ട് കുടുംബവും തമ്മിൽ ഒത്തിരിയധികം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. രണ്ടു കൂട്ടർക്കും കുട്ടികളില്ലായിരുന്നു, സന്താനങ്ങളില്ലായിരുന്നു. എന്നാൽ അവർ ദൈവഭയമുള്ളവരും ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചവരുമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. ഒരു കുടുംബത്തിൽ നമുക്കറിയാം ഇസ്ഹാക്ക് ജനിക്കുന്നു, മറ്റു കുടുംബത്തിൽ നമുക്കറിയാം സ്നാപയോഹന്നാൻ ജനിക്കുന്നു. എന്താണ് പൗലോസ് നമ്മെ ഇന്ന് ഓർപ്പിക്കുന്നത്? അതേ രീതിയിൽ ഓരോ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഓരോ മാതാപിതാവും സ്നേഹത്തോടെ ജീവിക്കുകയും അതുപോലെ ഓരോ കുട്ടികളും മാതാപിതാക്കൾക്ക് വിധേയത്വമുള്ള തീരുകയും അനുസരണമുള്ള തീരുകയും ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് ദൈവം ഒത്തിരിയധികം അനുഗ്രഹം നൽകുമെന്നാണ് ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇതിന്റെ വാദം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അങ്ങനെ അകന്നു പോകുന്നു, ഞങ്ങൾ അലസരായി തീരുന്നു. എന്നാൽ അബ്രാഹാം സാറയും സക്കറിയ പുരോഹിതനും എലിസബത്തും ഈ രണ്ട് കുടുംബവും നീതി പ്രവർത്തിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായിരുന്നു. രണ്ട് കുടുംബത്തിനും സന്താനങ്ങളില്ലായിരുന്നു. അത് വളരെ ക്ലേശങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഇടയായി. എന്നാൽ അവരൊരിക്കലും പ്രത്യാശ കൈവിട്ടില്ല. അവർക്കറിയാമായിരുന്നു ഈ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുമ്പോൾ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന്. അതുകൊണ്ട് അബ്രാഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഇസ്ഹാക്ക് ഉണ്ടായി, അതുപോലെ സക്കറിയയുടെ കുടുംബത്തിൽ നിന്ന് സ്നാപയോഹന്നാൻ ഉണ്ടായി. രണ്ടുപേർക്കും പല ദൗത്യങ്ങൾ അങ്ങ് നൽകി. ഇന്നത്തെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പൗലോസ്ലീഹയുടെ ലേഖനത്തിലൂടെ അങ്ങ് ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഭാര്യ ഭർത്താവും പരസ്പര സ്നേഹത്തോടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ കൽപ്പന ജീവിക്കുമ്പോൾ അത് വളരെ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. അങ്ങനെ ഓരോ കുട്ടികളും ഓരോ സന്താനങ്ങളും പരസ്പരം സ്നേഹിക്കുകയും മാതാപിതാക്കളും വിധേയത്തുള്ളവരെ തീരുകയും അതുപോലെ തന്നെ അനുസരണമുള്ള തീരുമ്പോൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും അങ്ങനെ കണ്ണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് കുടുംബത്തെ പോലെ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിസ്ഥാത്മശക്തിയെ ഞങ്ങളെ നിറയ്ക്കണമേ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരെയും പരിസ്ഥാത്മശക്തിയാൽ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവാദ്യത്തിൽ സ്നേഹവും പരിസ്ഥാത്മാന്റെ സഹവാസവും നാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.